നവകേരള ബസ് യാത്രയ്ക്കൊരുങ്ങുന്നു. സർവീസ് പ്രഖ്യാപിച്ച നവകേരള ബസ് ഗരുഡ പ്രീമിയം എന്ന പേരുമാറ്റി ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പ്രത്യേക സർവീസ് നടത്തും. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ മെയ് 5 മുതലാണ് ബസിന്റെ സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ടോയ്ലറ്റും ഹൈഡ്രോളിക് ലിഫ്റ്റുമുള്ള ബസ് സർവീസ് ഹിറ്റാകുമെന്നാണ് KSRTCയുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച നവകേരള ബസ് ഇനി ജനങ്ങൾക്കായി വിട്ടുകൊടുക്കുകയാണ്. തുടക്കം മുതലേ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് നവകേരള ബസ് KSRTCക്ക് വിട്ടുകൊടുത്ത സർക്കാർ തീരുമാനം. 26 പുഷ്ബാക്ക് സീറ്റുകൾ, ടോയ്ലറ്റ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് തുടങ്ങി പ്രത്യേക സൗകര്യങ്ങളുള്ള ബസ് മെയ് 5-നാണ് സർവീസ് തുടങ്ങുക. ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് ഇനി ബസ് അറിയപ്പെടുക. പുലർച്ചെ 4 മണിക്ക് കോഴിക്കോട് നിന്നും യാത്ര പുറപ്പെടുന്ന ബസ് കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, ഗുണ്ടൽപേട്ട്, മൈസൂർ, മാണ്ഡ്യ വഴി 11:35-ന് ബാംഗ്ലൂരിലെത്തും. ഉച്ചയ്ക്ക് 2:30-ന് ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് ഇതേ റൂട്ടിലൂടെ രാത്രി 10:05-ന് കോഴിക്കോടെത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ബാംഗ്ലൂരു യാത്രയ്ക്ക് 1171 രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക്. ഇന്ന് വൈകിട്ട് 6:30-ന് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് പ്രത്യേക സർവീസായി ബസ് കൊണ്ടുപോകുമെന്നാണ് KSRTC അറിയിച്ചിരിക്കുന്നത്. നവകേരള ബസ് സർവീസ് വിജയിച്ചാൽ ഇതേ മാതൃകയിൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാനും ആലോചനയുണ്ട്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഈ ഗരുഡ പ്രീമിയം അഥവാ നവകേരള ബസ് യാത്രക്കാർക്കായി നിരത്തിലിറങ്ങുന്നത്. ഒപ്പം സർക്കാർ പറഞ്ഞ വാക്ക് മുഴുവനായും പാലിച്ചു എന്ന് തന്നെ പറയാം. സർക്കാർ KSRTCക്ക് കൊടുത്തു. KSRTC എല്ലാവിധ സൗകര്യങ്ങളും കൂടി ഒരുക്കി 1171 രൂപ ടിക്കറ്റ് നിരക്കിൽ യാത്രക്കാർക്കായി സർവീസ് നടത്താനൊരുങ്ങുകയാണ്. പ്രമോദ് പന്നിയോടിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.